രാജ്യമങ്ങനെ ഇലക്ട്രോണിക് പാസ്പോർട്ടിലേക്ക് കടന്നിരിക്കുകയാണ്. തിരഞ്ഞെടുത്ത നഗരങ്ങളിൽ ഈ പാസ്പോർട്ട് ലഭ്യമായി തുടങ്ങിയിട്ടുമുണ്ട്. ഈ വർഷം അവസാനത്തോടെ എല്ലാ പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങളിലും ഈ സേവനം ലഭിക്കും. ഈ അവസരത്തിൽ എന്താണ് ഇലക്ട്രോണിക് പാസ്പോർട്ട് എന്നും പ്രത്യേകതകൾ എന്തെന്നും ഒന്നറിഞ്ഞാലോ? പരമ്പരാഗത പാസ്പോർട്ട് ബുക്ക് ലെറ്ററിനൊപ്പം റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ ചിപ്പ് ഉൾപ്പെടുത്തിയതാണ് ഈ പാസ്പോർട്ട് അഥവാ ഇലക്ട്രോണിക് പാസ്പോർട്ട്. ചിപ്പിൽ ബയോമെട്രിക് വിവരങ്ങൾ അടങ്ങിയിരിക്കും. ഇതുവഴി വിമാനത്താവളങ്ങളിലെ സുരക്ഷ വർദ്ധിപ്പിക്കാനാവും. പരിശോധനയും വേഗത്തിലാക്കും. ഉടമയുടെ സ്വകാര്യ വിവരങ്ങൾ സംരക്ഷിക്കാൻ ചില വിദ്യകൾ ഈ പാസ്പോർട്ടിൽ ഉണ്ട്. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ കണക്ക് പ്രകാരം 2024 ഏപ്രിൽ 1 ആരംഭിച്ച പാസ്പോർട്ട് സേവാ പ്രോഗ്രാം 2.0 എന്ന വലിയ ഡിജിറ്റൽ സംരംഭത്തിന്റെ ഭാഗമായാണ് ഈ പാസ്പോർട്ട് പുറത്തിറക്കിയത്. സുരക്ഷ വർദ്ധിപ്പിക്കുന്നതും ഐഡന്റിറ്റി പരിശോധന എളുപ്പമാക്കുന്നതിനുമായാണ് ഈ പാസ്പോർട്ടിന്റെ സവിശേഷത. ഈ പാസ്പോർട്ടിന്റെ മുൻ കവറിന് താഴെയായി ഗോൾഡൻ നിറത്തിൽ ചെറുതായി മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് സാധാരണ പാസ്പോർട്ടുകളിൽ നിന്ന് വേർതിരിച്ചറിയാൻ സഹായിക്കും. ഈ പാസ്പോർട്ടുകൾ അച്ചടിച്ചതും ഡിജിറ്റൽ ഒപ്പിട്ടതുമായതിനാൽ ഇത് കൂടുതൽ സുരക്ഷിതത്വം വാഗ്ദാനം ചെയ്യുന്നുണ്ട്. മാത്രമല്ല വ്യാജമായി നിർമ്മിക്കാൻ ബുദ്ധിമുട്ടുള്ളതുമാകുന്നു. എന്താണ് സാധാരണ പാസ്പോർട്ടും ഈ പാസ്പോർട്ടും തമ്മിലുള്ള വ്യത്യാസം? ഈ പാസ്പോർട്ടിനായി എങ്ങനെ അപേക്ഷിക്കാം? എവിടെ നിന്നാണ് ഈ പാസ്പോർട്ടുകൾ ലഭിക്കുക എന്നിങ്ങനെയുള്ള വിവരങ്ങൾ ഒന്ന് നോക്കാം. ആദ്യം ഈ പാസ്പോർട്ടിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാം. ഈ പാസ്പോർട്ടിന്റെ പിൻ കവറിൽ റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ ചിപ്പും ആന്റിനയും ഉണ്ടാവും. പാസ്പോർട്ട് ഉടമയുടെ വിവരങ്ങൾ ഈ ചിപ്പിലുണ്ടാവും. ചിത്രങ്ങൾ, വിരലടയാളം, ജന്മദിന തീയതി, പാസ്പോർട്ട് നമ്പർ എന്നിവയടക്കമുള്ള വിവരങ്ങളാണ് ഈ ചിപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവുക. അവ സുരക്ഷിതമായി തന്നെ സൂക്ഷിക്കാനാവും. അതുകൊണ്ട് തന്നെ വിവരങ്ങൾ ചോർന്നു പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. മറ്റൊരു പ്രധാന കാര്യം ഇമിഗ്രേഷൻ നടപടികൾ വേഗത്തിലാക്കുമെന്നതാണ് ഈ പാസ്പോർട്ടിന്റെ ഒരു പ്രധാന ഗുണം. ഈ പാസ്പോർട്ടുകളിലെ വിവരങ്ങൾ ശേഖരിക്കാൻ സാധിക്കുന്ന ഈ ഗേറ്റുകൾ വഴി എളുപ്പത്തിൽ യാത്രികർക്കും പോകാനാവും. നിലവിൽ ജമ്മു, നാഗ്പൂർ, ഷിംല, ഭുവനേശ്വർ, ഡൽഹി, റാഞ്ചി, സൂറത്ത്, ഗോവ, ഹൈദരാബാദ്, ചെന്നൈ, ജയ്പൂർ, അമൃത്സർ, റായ്പൂർ എന്നിവിടങ്ങളിൽ നിന്ന് മാത്രമാണ് ഈ പാസ്പോർട്ടുകൾ ലഭിക്കുകയെന്നാണ് വിദേശ മന്ത്രാലയം അറിയിക്കുന്നത്. 2025 അവസാനത്തോടെ രാജ്യത്തെ എല്ലാ പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങളിലും ഈ പാസ്പോർട്ട് ലഭ്യമാകും. സാധാരണ പാസ്പോർട്ടിന് അപേക്ഷിക്കുന്നത് പോലെ തന്നെയാണ് ഈ പാസ്പോർട്ടിനായും അപേക്ഷ നൽകേണ്ടത്. പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾ വഴിയാണ് ആളുകൾക്ക് ഈ പാസ്പോർട്ടിന് അപേക്ഷിക്കാനാവുക. അടുത്ത പാസ്പോർട്ട് സേവാ കേന്ദ്രം അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രത്തെയോ ബന്ധപ്പെട്ട് ബയോമെട്രിക് വിവരങ്ങൾ കൈമാറിയാൽ പാസ്പോർട്ടിനായുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കും. അമേരിക്ക, കാനഡ, മെക്സിക്കോ, പെറു, കൊളംബിയ, ചിലി, ബ്രസീൽ, അർജന്റീന, UK, ഇറ്റലി, ഫ്രാൻസ് എന്നിങ്ങനെ നിരവധി രാജ്യങ്ങളിൽ ഈ പാസ്പോർട്ട് സൗകര്യമുണ്ട്. നിലവിലെ സാധാരണ പാസ്പോർട്ട് ഉടമകൾ വിഷമിക്കേണ്ടതില്ല. അവരുടെ പാസ്പോർട്ടുകൾ ഈ പാസ്പോർട്ടുകൾക്കായി മാറ്റി നൽകേണ്ടതില്ല. ഇന്ത്യൻ സർക്കാർ ഇതുവരെ നൽകിയ എല്ലാ സാധാരണ പാസ്പോർട്ടുകളും അതിന്റെ കാലാവധി കഴിയുന്നതുവരെ ഉപയോഗിക്കാം. 2025 അവസാനത്തോടെ രാജ്യത്തിന്റെ എല്ലാ പാസ്പോർട്ട് കേന്ദ്രങ്ങളിലും ഈ പാസ്പോർട്ടുകൾ നൽകാൻ കഴിയും. അപ്പോയിന്റ്മെന്റ് ദിവസം വ്യക്തിഗതമായി ഹാജരായി ഫോട്ടോ, ഫിംഗർ പ്രിന്റ്, ഐറിസ് സ്കാൻ തുടങ്ങിയ ബയോമെട്രിക് വിവരങ്ങൾ നൽകണം.